കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി പി മോഹന് വാഹനാപകടത്തിൽ പരിക്ക്. പാലാ ചക്കാപ്പുഴയിൽ കാർ നിയന്ത്രണം വിട്ടാണ് അപകടം. അപകടത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വിളിച്ച സംയുക്ത വാർത്താ സമ്മേളനം മാറ്റി. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യഗായത്രി, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും വിളിച്ച സംയുക്ത വാർത്താ സമ്മേളനം അടക്കം മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നേതാക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള തർക്കം നടക്കുന്നുണ്ട്. ഐക്യത്തോടെ മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പാണ് ഇന്നലെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ ഉള്ള തർക്കങ്ങൾ അത് പല തവണ പൊതുമധ്യത്തിൽ തന്നെ അവർ അത് പ്രകടിപ്പിക്കുകയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നൊരു ആവശ്യം ഈ നേതാക്കളടക്കം ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷ നേതാവിന് അടക്കം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നു. കോൺഗ്രസുകാരുടെ അഭയകേന്ദ്രമാണ് പ്രതിപക്ഷ നേതാവിന്റെ വീട് എന്ന് പറയുന്നത്. അത്തരത്തിൽ അഭയകേന്ദ്രം അല്ലാതായി മാറിയിരിക്കുന്നു. VD സതീശൻ വന്നതിന് ശേഷം കന്റോൺമെന്റ് ഹൗസിന് തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങളാണ് നേരിടേണ്ടതായി വന്നിട്ടുണ്ടായിരുന്നത്. ആ വിമർശനങ്ങൾ മാറ്റിവെച്ച് ഐക്യം അത് പൊതുജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കത്തക്ക രീതിയിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഒരു വാർത്താ സമ്മേളനം അത് സംയുക്തമായിട്ട് നടത്തണമെന്നൊരു ആവശ്യം നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് വാർത്താ സമ്മേളനം സംയുക്തമായിട്ട് വിളിച്ചു ചേർക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. ആ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇന്ന് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മറ്റ് നേതാക്കളെ കാണുമെന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല. അതേസമയം തന്നെ തദ്ദേശീയ തെരഞ്ഞെടുപ്പിനും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ നടത്താനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. പുനഃസംഘടന ഇനി ഉണ്ടാകുന്നില്ല എങ്കിൽ അതിന്റെ ചർച്ച ഇനി ആവർത്തിക്കരുത് എന്നൊരു അറിയിപ്പ് കൂടി ഇന്നലത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗങ്ങളിൽ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. KPCC അധ്യക്ഷനെ അടക്കം മാറ്റിയുള്ള പുനഃസംഘടനാ രൂപീകരണം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. അതിന് വഴി കൊടുക്കരുത് എന്ന ആവശ്യമാണ് നേതാക്കൾക്കിടയിൽ പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ അടുത്ത കാലത്തൊന്നും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് ഇന്നലെ നേതൃത്വത്തിന് തന്നെ നേരിടേണ്ടതായി വന്നു എന്നുള്ളതാണ്. രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഈ സർക്കാരിനെതിരെ അടക്കം പ്രതിഷേധത്തിൽ ആഴ്ത്താൻ വേണ്ടിയുള്ള പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. ആ വിഷയത്തിന്മേലുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടന്നില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി നേതാക്കൾക്കിടയിലെ ഒരു തർക്കവും അവർക്കിടയിൽ ഒരു ഐക്യം ഉണ്ടാക്കുന്നതിനും വേണ്ടിയുള്ള ചർച്ചകളും തീരുമാനങ്ങളുമാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം കൈക്കൊണ്ടിട്ടായിരുന്നത്. പ്രധാനപ്പെട്ടത് അൻവറിന്റെ ഒരു കത്ത് ഉൾപ്പെടെ KPCCയുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അതിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അൻവറിന്റെ UDF പ്രവേശനത്തെ സംബന്ധിച്ചുള്ള തീരുമാനവും ഇന്നത്തെ രാഷ്ട്രീയകാര്യ സമിതി യോഗം കൈക്കൊണ്ടില്ല. അധികം ധൃതി വേണ്ട, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയം അടുക്കട്ടെ, അപ്പോൾ മാത്രം തീരുമാനിക്കാം എന്നുള്ളതാണ് ഇന്നലെ കൈക്കൊണ്ട തീരുമാനം. എന്തായാലും സംയുക്തമായിട്ട് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ KPCC അധ്യക്ഷനും ചേരാനിരുന്ന വാർത്താ സമ്മേളനം അത് ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ ഐക്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കം അത് കോൺഗ്രസ് ആരംഭിച്ചിട്ടുമുണ്ട്. ശരി സൂര്യഗായത്രി.